കഴിഞ്ഞ ദിവസം ചൈന 4 എലികളെ സ്പേസിലേക്ക് അയച്ചു. ഹായ്, ബൈറ്റ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ഒക്ടോബർ 31 തീയതി ചൈന 4 എലികളുടെ അവരുടെ സ്പേസ് സ്റ്റേഷനായ ടിയാങ്കോങ്ങിലേക്ക് അയച്ചു. 14 ദിവസത്തെ ട്രിപ്പായിരുന്നു. കൃത്യമായിട്ട് 14 ദിവസം കഴിഞ്ഞ് നവംബർ 14 തീയതി അവർ ഭൂമിയിൽ സുരക്ഷിതമായിട്ട് തിരിച്ചിറങ്ങി. അതിനുശേഷം അതിലൊരു എലിയെ ഇണ ചേർത്ത് അതിന് 9 കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും അതിൽ 6 എണ്ണം ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുകയും ചെയ്തു. സാധാരണ രീതിയിൽ ലാബിൽ വളർത്തുന്ന എലികളിൽ 60% ജീവിച്ചിരിക്കുക. ഇവിടെയും അതുപോലെ തന്നെ 9 എണ്ണത്തെ പ്രസവിക്കുകയും 6 എണ്ണം ജീവനോടെ വരികയും ചെയ്തു. പുരാതന സസ്തനികൾ എങ്ങനെയാണ് മൈക്രോഗ്രാവിറ്റിയുമായി ഇത് പൊരുത്തപ്പെടുക, എങ്ങനെയാണ് അവർ ചലിക്കുക, എങ്ങനെയാണ് അവർ ഭക്ഷണം കഴിക്കുക, എങ്ങനെയാണ് അവർ റെസ്റ്റ് എടുക്കുക, ഇതെല്ലാം പഠിക്കുകയും അതിനുശേഷം അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നെല്ലാമായിരുന്നു പരീക്ഷണം. അത് വളരെ വിജയകരമായിരുന്നു എന്നാണ് ചൈന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 14 ദിവസവും ഈ എലികളെല്ലാം നിരീക്ഷണത്തിലായിരുന്നു. കൂടാതെ അവരുടെ കാഷ്ടമെല്ലാം കൃത്യമായിട്ട് നീക്കുക, സ്മെല്ല് ഉണ്ടാവാതിരിക്കുക, അവർക്ക് വേണ്ട ഭക്ഷണവും വായുവും എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഭൂമിയിലെ ചൈനയിലെ അതേ സമയം തന്നെ 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയായിട്ട് ലൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നിവയെല്ലാം കൃത്യമായിട്ട് ചെയ്തിരുന്നു. സാധാരണ രീതിയിൽ 400 കിലോമീറ്റർ മുകളിൽ പോകുന്ന സ്പേസ് സ്റ്റേഷനിൽ 45 മിനിറ്റ് പകല് 45 മിനിറ്റ് രാത്രിയുമായിരിക്കും. അതിനു പകരമാണ് 12 മണിക്കൂർ ലൈറ്റ് എല്ലാം നൽകി കൃത്യമായിട്ട് ഭൂമിയിലെ അതേ കാലാവസ്ഥയെല്ലാം അവിടെ ഉണ്ടാക്കിയത്. ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മൈക്രോഗ്രാവിറ്റി മാത്രം. ഈ മൈക്രോഗ്രാവിറ്റി പരീക്ഷണം വളരെ വിജയകരമായിരുന്നു എന്നാണ് ചൈന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ സ്പേസിൽ പോകുന്ന ആളുകൾക്ക്, മനുഷ്യർക്കാണെങ്കിൽ കൂടി ഭൂമിയിൽ ഉണ്ടായാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് ചൈന പറയുന്നത്. ഇതുപോലെ വിജ്ഞാനപ്രദവും കൗതുകകരമായ വാർത്തകൾ സ്ഥിരമായി അറിയുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യുക. ശാസ്ത്രലോക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി വൈദ്യരാജ്.